നമസ്കാരം. ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചാന്തോക്യോപനിഷത്ത് എപ്പിസോഡ് 171. നിനക്ക് കുളക്കോഴി ബ്രഹ്മത്തിന്റെ ഒരു പാദം പറഞ്ഞു തരും എന്ന് പറഞ്ഞ് ഹംസം നിർത്തി. സത്യകാമൻ പിറ്റേന്ന് പശുക്കളെ നയിച്ചു. സന്ധ്യയ്ക്ക് അവ എത്തിയിടത്ത് തീ പൂട്ടി പശുക്കളെ തടുത്തു നിർത്തി അഗ്നിയാദാനം ചെയ്ത് അഗ്നിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കോട്ട് അഭിമുഖമായിരുന്നു. അവന്റെ അടുത്തെത്തി കുളക്കോഴി സത്യകാമ എന്ന് വിളിച്ചു. സത്യകാമൻ ഭഗവാനെ എന്ന് വിളികേട്ടു. സൗമ്യ, ഞാൻ നിനക്ക് ബ്രഹ്മത്തിന്റെ ഒരു പാദം പറഞ്ഞു തരട്ടെയോ എന്ന് കുളക്കോഴി സത്യകാമനോട് ചോദിച്ചു. ഭഗവൻ എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് സത്യകാമൻ ഉത്തരം കൊടുത്തു. കുളക്കോഴി പറഞ്ഞു, പ്രാണൻ ഒരു കലയാകുന്നു. ചക്ഷുസ് ഒരു കല, ശ്രോത്രം ഒരു കല, മനസ്സ് ഒരു കല. സൗമ്യ, 4 കലകളോടുകൂടിയ ബ്രഹ്മത്തിന്റെ പാദം മനസ്സോട് കൂടിയത് എന്ന് പേരുള്ളതാകുന്നു. ഇങ്ങനെ അറിഞ്ഞ് ഈ ബ്രഹ്മത്തിന്റെ പാദത്തെ ആയതനവാൻ എന്നു കരുതി ഉപാസിക്കുന്നവൻ ഈ ലോകത്തെ ആയതനവാനായിത്തീരുന്നു. അങ്ങനെ അറിഞ്ഞ് 4 കലകളോട് കൂടിയ ഈ ബ്രഹ്മത്തിന്റെ പാദത്തെ ആയതനവാൻ എന്ന് കരുതി ഉപാസിക്കുന്നവൻ വിസ്താരമേറിയ ലോകങ്ങളെ ഉപാസിക്കുന്നു. ആചാര്യകുലം പ്രാപിച്ച സത്യകാമനെ ആചാര്യൻ സത്യകാമ എന്ന് വിളിച്ചു. സത്യകാമൻ ഭഗവാനെ എന്ന് വിളിക്കേട്ടു. സൗമ്യ, നീ ബ്രഹ്മത്തിനെ പോലെ ശോഭിക്കുന്നു. നിന്നെ ആരാണ് പഠിപ്പിച്ചത് എന്ന് ഗുരു ചോദിച്ചപ്പോൾ, മനുഷ്യരല്ലാത്തവരാണ് എന്നെ പഠിപ്പിച്ചത് എന്ന് സത്യകാമൻ പറഞ്ഞു. ഭഗവാനെ എനിക്ക് പറഞ്ഞു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആചാര്യനിൽ നിന്ന് തന്നെ വിദ്യ മനസ്സിലാക്കിയാലേ അത് സാധുവാകുകയുള്ളൂ എന്ന് ഞാൻ ഭഗവാനെ പോലെയുള്ളവരിൽ നിന്നും കേട്ടിട്ടുണ്ട്. ദേവതകൾ പറഞ്ഞു കൊടുത്ത വിദ്യ തന്നെ ആചാര്യന് പറഞ്ഞു. ഒന്നും വിട്ടുപോയിട്ടില്ല. നമസ്കാരം. ബാക്കി അടുത്ത എപ്പിസോഡിൽ.